إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبد الله ورسوله صلى الله عليه وعلى آله وأصحابه يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله مؤمنين അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഅ്മിനീങ്ങളായ അടിമകൾക്ക് പ്രത്യേകമായ ചില അവസരങ്ങളും സമയങ്ങളും മാസങ്ങളും വർഷങ്ങളുമൊക്കെ നൽകിക്കൊണ്ട് സൽക്കർമ്മങ്ങളും നല്ല കാര്യങ്ങളും വർദ്ധിപ്പിച്ച് അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും നേടി അള്ളാഹുവിലേക്കുള്ള സാമീപ്യം കരസ്ഥമാക്കി ഈ ലോകത്തും പരലോകത്തും വിജയിക്കാനുള്ള പല അവസരങ്ങളും അള്ളാഹു നൽകുന്നു എന്നുള്ളതാണ് സത്യം. അവന്റെ അടിമകൾ അവർ രക്ഷപ്പെടാൻ വേണ്ടി, അവർ വിജയിക്കാൻ വേണ്ടി, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി, അള്ളാഹുവിന്റെ ബഹുമാന ആദരവും പ്രതിഫലങ്ങളും കാരുണ്യവും അത് നേടിക്കൊണ്ട് അവർ വിജയിച്ച് മുന്നേറാൻ വേണ്ടി നമുക്കറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരാഴ്ചയിൽ ഒരു ദിവസം ഈ പറയുന്ന വെള്ളിയാഴ്ച മഹത്തായ ഇബാദത്തുകൾ നിർവഹിച്ചുകൊണ്ട് മുന്നേറാൻ ഒരു അവസരം നൽകിയത്. ഇനി അടുത്തു വരാനിരിക്കുന്ന പരിശുദ്ധമായ പവിത്രമായ ആദരണീയമായ റമദാനുൽ ശരീഫ് ചില ദിവസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. വർഷത്തിലൊരിക്കൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു സമയത്ത് ഇങ്ങനെ പല വിഭിന്നമായ നിലക്ക് എപ്പോഴും ഒരേ രൂപത്തിലാവാതെ മനുഷ്യര് അവര് മടിച്ചു പോകാതെ അവർക്ക് വിരസമായി തോന്നാതെ പല വിഭിന്നമായ രൂപത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് അവന്റെ അടിമകൾ മുന്നേറാൻ ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്ന ലിറബ്ബിക്കും അസ്സ വജല്ല ഫീ അയ്യാമി ദഹരിക്കും നഫഹാത്തിൻ, നിശ്ചയം നിങ്ങളുടെ കാലങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള ചില ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് ചില പ്രത്യേകമായ റഹ്മത്തുകളും ഔദാര്യങ്ങളും നിഅമത്തുകളും നൽകിക്കൊണ്ടുള്ള ചില ഓഫറുകളുണ്ട്. നമുക്കറിയാം, ഓഫർ എന്ന് പറഞ്ഞാൽ ഭൗതികമായ ഏതെങ്കിലും കാര്യങ്ങളിൽ പ്രത്യേകമായ ഓഫറുകൾ കച്ചവടക്കാരും മറ്റും നൽകുമ്പോൾ ആളുകൾ അവിടെ തിരക്ക് കൂട്ടി ഏറ്റവും നേരത്തെ അങ്ങോട്ട് എത്തി അവിടെ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടിയുള്ള മനുഷ്യന്മാർ അതിനുവേണ്ടി ചെയ്യുന്ന ത്യാഗങ്ങൾ അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇതുപോലത്തെ പ്രത്യേകമായ അവസരങ്ങൾ കാരുണ്യത്തിന്റെ പരിമളങ്ങളുടെ അടിച്ചുവീശലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ട് പ്രത്യേകമായ ചില ദിവസങ്ങളിൽ, ചില സമയങ്ങളിൽ, ചില മാസങ്ങളിൽ ഫതഅറളൂ ലഹാ, അത് നേടാൻ വേണ്ടി, അത് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് വരുവീൻ. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞു, ലഅല്ല അഹദകും അൻ തുസീബ, അങ്ങനെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ആ നഫഹാത്ത് പ്രത്യേകമായ ആ ഒരു അവസരം, ആ ഒരു സാഹചര്യം, അനുഭവം അത് നിങ്ങൾക്ക് ലഭിച്ചാൽ ലാ യഷ്ഖാ ബഅദഹാ അബദാ, പിന്നെ അവന്റെ ജീവിതത്തിൽ അവന് പരാജയമില്ല. പ്രത്യേകമായ ചില സമയങ്ങൾ, പ്രത്യേകമായ ചില ദിവസങ്ങൾ, ഏതെങ്കിലും ചില മാസങ്ങൾ, ഈ പറയുന്ന അള്ളാഹുവിന്റെ ആ പ്രത്യേക ഓഫറുകൾ അവന് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തും പരലോകത്തും അവന് പരാജയമില്ല എന്ന്. അങ്ങനത്തെ പ്രത്യേകമായ ഒരു മാസത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹുവിന്റെ പ്രത്യേകമായ പ്രതിഫലങ്ങളും അനുഗ്രഹങ്ങളും കൊണ്ട് വാരി നിറക്കുന്ന, അതിന് സാധിക്കുന്ന ഒരു മാസം ശഅബാൻ എന്ന് പറയുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ ബഹുഭൂരിഭാഗം ആളുകളും ഇതിൽ അശ്രദ്ധരാണ് എന്നുള്ളതാണ് സത്യം. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ,
ശഅബാൻ മാസം നിങ്ങൾ ധാരാളം നോമ്പ് അനുഷ്ഠിക്കുന്നത് കാണുന്നു, ഐച്ഛികമായ നോമ്പ്. മറ്റ് മാസങ്ങളിലൊന്നും ഞാൻ നിങ്ങളെ ഇങ്ങനെ കാണുന്നില്ലല്ലോ. അദ്ദേഹത്തിന് പുതുമ തോന്നുകയാണ്. യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് പറയുന്നത് രഹസ്യമായി സ്വകാര്യമായി ചെയ്യുന്നൊരു ഇബാദത്താണ്. അള്ളാഹുവിന്റെ റസൂല് ധാരാളം ദിവസങ്ങളിൽ ഈ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്നത് കണ്ടപ്പോ സ്വഹാബത്തിനു കൂടി ആ കാര്യം അറിയുകയാണ്, മനസ്സിലാവുകയാണ്. റസൂല് നോമ്പുകാരനാണ്. മറ്റ് മാസങ്ങളിൽ നിന്നുമില്ലാതെ ഈ ശഅബാൻ മാസത്തിൽ മാത്രം പ്രത്യേകമായി നിങ്ങൾ ഇത്തരം സുന്നത്തായ നോമ്പുകൾ വർദ്ധിപ്പിക്കുന്നു അള്ളാഹുവിന്റെ റസൂലെ. എന്താണ് ഇതിന് കാരണം? അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ശഅബാൻ എന്ന് പറയുന്ന മാസം ആളുകൾ പലരും ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്നതാണ്, അശ്രദ്ധമായി പോകുന്നതാണ്. ഇതിന്റെ മുമ്പുള്ളത് റജബാണ്. യുദ്ധനിഷിദ്ധമായ പവിത്രമായ 4 മാസങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട റജബിനെ ആളുകൾ പരിഗണിക്കും. അതിന്റെ ആദരവ് ആളുകൾക്ക് മനസ്സിലാകും. ഈ മാസത്തിന്റെ ശേഷം വരാനിരിക്കുന്നത് റമളാനു ശരീഫാണ്. ഇസ്ലാമിന്റെ 5 റുക്നുകളിൽപ്പെട്ട 4ാമത്തേതാണ് റമളാൻ മാസം, അതിലുള്ള നോമ്പ് എന്ന് പറയുന്നത്. ഏതൊരു മുസ്ലിമും ഏതൊരു മുഅ്മിനും സ്ത്രീയും പുരുഷനും ആ മഹത്തായ മാസം ഒന്ന് വന്നു കിട്ടിയെങ്കിൽ അതിൽ സൽക്കർമ്മങ്ങളുമായി മുന്നേറിയെങ്കിൽ ആഗ്രഹിക്കാത്തവരുണ്ടാവുകയില്ല. നോമ്പനുഷ്ഠിച്ചുകൊണ്ടും ഖിയാമുൽ ലൈൽ കൊണ്ടും ഖുർആൻ പാരായണം ചെയ്തും ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ട് റമളാനിൽ എനിക്ക് മുന്നേറണമെന്ന് ആഗ്രഹിക്കാത്ത പ്രതീക്ഷിക്കാത്ത ഒരു മുഅ്മിനെയും നമുക്ക് കാണാൻ കഴിയുകയില്ല. ആളുകൾ അത് ശ്രദ്ധിക്കും. ഈ 2 മാസത്തിന്റെ ഇടയിലാണ് ശഅബാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ബഹുഭൂരിഭാഗം ആളുകൾക്കും ഇതിന്റെ ബഹുമാനവും ഇതിന്റെ ആദരവും അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവുകയില്ല. അറിഞ്ഞാൽ തന്നെ ആളുകൾ അശ്രദ്ധരായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൈന റജബിൻ വ റമളാൻ വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹി അൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ഈ ശഅബാൻ മാസം എന്ന് പറയുന്നത് ആളുകൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. ഒരു വർഷത്തിൽ മൊത്തത്തിൽ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ. അതുകൊണ്ട് തന്നെ ആ മാസത്തിൽ എന്റെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോ ഞാൻ നോമ്പുകാരനാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൽ സുന്നത്തായ നോമ്പ് ഞാൻ വർദ്ധിപ്പിക്കുന്നത്. എത്ര ആദരവുള്ള, എത്ര ബഹുമാനമുള്ള നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ അമലുകളും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന സമയത്ത് ഈ പറയുന്ന വ്യക്തി നോമ്പുകാരനാണ്. അവൻ സായിമായി കൊണ്ട് ആ ഒരവസ്ഥയിൽ അള്ളാഹുവിലേക്ക് അവന്റെ അമലുകളെ ഉയർത്തപ്പെടുകയും പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഇത്തരം മഹത്തായ ശ്രേഷ്ഠമായ മാസമാണ് ശഅബാൻ. ആളുകൾ അശ്രദ്ധയിൽ പോകുന്ന സമയത്ത് റജബ് മാസം അതിന്റെ പവിത്രത ആളുകൾക്കറിയാം, ആളുകൾ അതിനെ ഗൗനിക്കും, ശ്രദ്ധിക്കും. റമളാൻ മാസത്തിന്റെ ശ്രേഷ്ഠത ആളുകൾക്കറിയാം, ആളുകൾ അതിനെ ശ്രദ്ധിക്കും, അതിനെ പരിഗണിക്കും. ആളുകൾ പലരും അശ്രദ്ധയിൽ പോകുമ്പോ, പരിഗണിക്കാതിരിക്കുമ്പോ, ഭൗതികമായ ചുറ്റുപാടുകളിലും കാര്യത്തിലും ആളുകൾ ഇടപെട്ടുകൊണ്ട് പോകുന്ന സമയത്ത്, ആളുകൾ ദുന്യവിയായ കാര്യങ്ങളിൽ അതിൽ ചിന്തിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഒരാൾ ഇബാദത്തിൽ മുന്നേറുക എന്ന് പറയുന്നത് അതിമഹത്തായ കാര്യമാണ്. പല ഹദീസുകളിൽ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മേൽ പ്രോത്സാഹിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ അവിടുന്ന് പറഞ്ഞു, ഇന്ന മിൻ വറായിക്കും അയ്യാമൻ, നിങ്ങളുടെ ശേഷം സഹാബത്തിനോട് പറയാൻ, നിങ്ങൾക്ക് ശേഷം ചില ദിവസങ്ങൾ വരാനിരിക്കുന്നുണ്ട്. അസ്സബ്റു ഫീഹിന്ന മിസ്ലൽ ഖബ്ളി അലൽ ജമർ, അന്ന് അള്ളാഹുവിന് ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ താഅത്തിൽ മുന്നേറുക എന്ന് പറയുന്നത് തീ കണലിൽ മേൽ ഒരാൾ പിടിച്ചു നിൽക്കുന്നത് പോലെയായിരിക്കും. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകം അതാണ്. ഇന്ന് നമ്മൾ അള്ളാഹുവിന്റെ ദീനിൽ മുന്നേറുമ്പോ അതിന് നമുക്ക് നേരിടേണ്ടി വരുന്ന തടസ്സങ്ങളും പ്രതിസന്ധികളും, അതിന് നമുക്ക് നേരിടേണ്ടി വന്ന പ്രയാസങ്ങളും അനുഭവങ്ങളും, ഇതിൽ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ താഅത്തിൽ ഒരാൾ മുന്നേറുക എന്ന് പറയുന്നത് തീയിൽ ഒരാൾ പിടിച്ചു നിൽക്കുന്നത് പോലെയായിരിക്കും. അന്നത്തെ കാലത്ത് ഇബാദത്തിൽ മുന്നേറുന്ന ഒരു മനുഷ്യന് 50 ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലം പോലത്തെ പ്രതിഫലം ലഭിക്കും. സ്വഹാബത്ത് ചോദിച്ചു, ഞങ്ങളിൽപ്പെട്ട 50 ആളുകളുടെ പ്രതിഫലമാണോ, അതല്ല അവസാന കാലത്തുള്ള അവർക്ക് ലഭിക്കുന്ന പ്രതിഫലമാണോ ഉദ്ദേശം? പ്രവാചകൻ പറഞ്ഞു, നിങ്ങളിൽപ്പെട്ട ഒരാൾക്ക് 50 ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലം, സ്വഹാബത്തിന് ലഭിക്കുന്ന 50 ആളുകൾക്ക് ലഭിക്കുന്നത് പോലത്തെ പ്രതിഫലം അവസാന കാലത്തുള്ള വ്യക്തിക്ക് ലഭിക്കും. അതിന് മാത്രം ത്യാഗമുണ്ടാകും. അവർ നിന്നുകൊണ്ട് സൽക്കർമ്മങ്ങളും ത്വാഅത്തുകളിലും മുന്നേറാൻ അതിന് മാത്രം ആ മനുഷ്യൻ ത്യാഗം ചെയ്യുന്നുണ്ടാകും. 50 സ്വഹാബിയുടെ പ്രതിഫലം അവന് ലഭിക്കും. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദീനിൽ മുന്നേറാൻ സഹായികളുണ്ടാകും നിങ്ങളുടെ കൂടെ.
അവർക്കന്നതിന് സഹായികളും സഹകരിക്കുന്ന ആളുകളും ഉണ്ടാവുകയില്ല. നമ്മളൊക്കെ ഇന്ന് അള്ളാഹുവിന്റെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് ശരിയായ നിലക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ താഅത്തിൽ മുന്നേറുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന തടസ്സങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇത്തരത്തെ ഘട്ടങ്ങളിൽ ഫർളും സുന്നത്തുമായ താഅത്തുകളിൽ മുന്നേറുന്ന ആളുകൾക്ക് മഹത്തായ പ്രതിഫലങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ വാഗ്ദാനം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു, എന്റെ ഇബാദത്തുകൾ അള്ളാഹുവിലേക്ക് പ്രദർശിപ്പിക്കപ്പെടുമ്പോ, അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന സമയത്ത് ഞാൻ നോമ്പുകാരനായിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അടിമകളായ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുവിലേക്ക് അത് വെളിവാക്കപ്പെടുന്ന ഉയർത്തപ്പെടുന്ന 3 അവസരങ്ങൾ, സമയങ്ങൾ സ്വഹീഹായ ഹദീസുകളിൽ കൂടെ അവിടുന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞൊരു സംഭവം, ഇന്നല്ലാഹ അസ്സ വജല്ല ലാ യനാമു വലാ യംബഗി ലഹു അൻ യനാം. അള്ളാഹു ഉറങ്ങുകയില്ല, ഉറക്ക് അള്ളാഹുവിന് യോജിച്ചതുമല്ല. ഉറക്ക് സൃഷ്ടികളായ നമ്മെ സംബന്ധിച്ച് അത് നമുക്ക് ആവശ്യമാണ്, അത്യാവശ്യമാണ്. സൃഷ്ടികളായ ഒരാൾക്ക് ഉറക്കില്ല എന്ന് പറഞ്ഞാൽ അവന്റെ ആരോഗ്യത്തിൽ എന്തോ പ്രശ്നമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അവന് ശരിക്കും ഉറക്ക് കിട്ടണം. അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് അവന് കുറവും വീഴ്ചയുമാണ്. അള്ളാഹുവിന് ഉറക്കിന്റെ ആവശ്യമില്ല, അവന് തളർച്ചയും ക്ഷീണവുമില്ല, അവന് ഉറക്ക് യോജിച്ചതുമല്ല. യഖ്ഫിളുൽ ഖിസ്ത വയർഫഉഹു. സൃഷ്ടികൾ ചെയ്ത പ്രവർത്തനങ്ങളെ തൂക്കി നോക്കുന്ന തുലാസിന്റെ തട്ടുകൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് മുന്നേറുന്നതുണ്ടാകും, സൽക്കർമ്മങ്ങൾ കൊണ്ട് ബലം കുറഞ്ഞതും താന്നു പോകുന്നതും ഉണ്ടാകും. അള്ളാഹു അത് കണക്ക് തൂക്കി നോക്കുന്നവനാണ്. യുർഫഉ ഇലൈഹി അമലുൽ ലൈലി ഖബ്ല അമലിൻ നഹാർ. ഒരാൾ രാത്രി ചെയ്ത സൽക്കർമ്മങ്ങൾ പകലാകുന്നതിന്റെ മുമ്പ് അള്ളാഹുവിലേക്ക് അതിനെ ഉയർത്തപ്പെടും, പ്രദർശിപ്പിക്കപ്പെടും. വഅമലുൻ നഹാരി ഖബ്ല അമലിൽ ലൈൽ. പകല് ചെയ്ത പ്രവർത്തനങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും, പ്രദർശിപ്പിക്കപ്പെടും. ഓരോ ദിവസവും രാത്രിയും പകലുമായി നാം ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഒരു രൂപം. അതേപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അള്ളാഹുവിലേക്ക് നാം നിർവഹിക്കുന്ന ഈ ഇബാദത്തുകളെ, അമലുകളെ ഉയർത്തപ്പെടുന്നുണ്ട്. സ്വഹീഹായ ഹദീസുകളിൽ അങ്ങനെയും പ്രവാചകൻ പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുറദുൽ അഅമാലു ഫീ കുല്ലി ഇസ്നൈനി വ ഖമീസിൻ. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും ഒരു ആഴ്ചയിൽ ആളുകളുടെ അമലുകൾ അള്ളാഹുവിലേക്ക് വെളിവാക്കപ്പെടും, ഉയർത്തപ്പെടും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയഗ്ഫിറുല്ലാഹു ലികുല്ലി ഇംരിഇൻ ലാ യുശ്രികു ബില്ലാഹ്. അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത, ശിർക്ക് ചെയ്യാത്ത മുവഹ്ഹിദീങ്ങളായ ആളുകൾക്ക് മുഴുവനും അള്ളാഹു പുറത്തു കൊടുക്കും. ഇല്ലംറഅൻ കാനത് ബൈനഹു വ ബൈന അഖീഹി ഷഹ്നാ. രണ്ടാളുകൾ, അവൻ മുവഹ്ഹിദാണ്, തൗഹീദുള്ളവരാണ്, മുസ്ലിമാണ്, മുഅ്മിനാണ്. പക്ഷെ അവനും അവന്റെ സഹോദരനും തമ്മിൽ എന്തെങ്കിലുമൊക്കെ വെറുപ്പും അകൽച്ചയുമുണ്ടെങ്കിൽ, വിദ്വേഷമുണ്ടെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കുകയില്ല. ഈ പറയുന്ന വിദ്വേഷം ദീനിന്റെ കാര്യത്തിലല്ല, ദുന്യവിയായ കാര്യത്തിൽ. ഭൗതികമായ എന്തെങ്കിലും താല്പര്യത്തിന്റെ പേരിൽ മുഅ്മിനീങ്ങളായ മുവഹ്ഹിദീങ്ങളായ 2 ആളുകൾ തമ്മിൽ അകൽച്ചയും വെറുപ്പും വിദ്വേഷവും ഉണ്ടെങ്കിൽ ഈ പറയുന്ന പുറത്തു കൊടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അവരെ ഉൾപ്പെടുത്തുകയില്ല, അവർക്ക് പുറത്തു കൊടുക്കുകയില്ല. നേരെ മറിച്ച് ദീനിന്റെ പേരിൽ ശിർക്ക് ചെയ്യുന്ന ആളാണ് കുടുംബത്തിൽപ്പെട്ട്, ബിദ്അത്ത് ചെയ്യുന്ന ആളാണ് കുടുംബത്തിൽപ്പെട്ട്, ബന്ധത്തിൽപ്പെട്ട്, അവരോട് ദീനിന്റെ കാര്യങ്ങൾ, തൗഹീദും ഈ ശിർക്കിന്റെയും അതേപോലെ സുന്നത്തിന്റെയും ബിദ്അത്തിന്റെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് സ്വീകരിക്കാത്തവരാണെങ്കിൽ അവരോട് അകൽച്ച വെക്കാം, അവരോട് അകലം നമുക്ക് പ്രാപിക്കാൻ കഴിയും, അവരോട് അകലത്തിൽ ജീവിക്കാം, അകൽച്ച കാണിക്കാം. 3 ദിവസത്തിലും അതിന്റെ കൂടെയുള്ള ദിവസത്തിലും അതിന് നമുക്ക് അനുവാദമുണ്ട് ഇസ്ലാമിൽ. സഹാബത്തിൽപ്പെട്ട ചില ആളുകളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അകൽച്ച കാണിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് അതിന്റെ പിന്നിൽ വല്ല നന്മകളും കാര്യങ്ങളും തുടർന്ന് വരുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച്. ദുന്യവിയായ കാര്യത്തിൽ ഭൗതികമായ താല്പര്യത്തിന്റെ പേരിൽ മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ 2 ആളുകൾ ഈ അകൽച്ച വെച്ച് പുലർത്താൻ പാടില്ല. കഴിവിന്റെ പരമാവധി എത്രയും പെട്ടെന്ന് വേഗത്തിൽ അത് പറഞ്ഞു തീർക്കണം, അവർ പരിഹരിക്കുകയും വേണം. അല്ലാത്ത ആളുകൾക്ക് പുറത്തു കൊടുക്കുകയില്ല. അള്ളാഹു പറയും, ഉത്റുകൂ ഹാദൈനി ഹത്താ യസ്തലിഹാ. അവര് പരസ്പരം രമ്യതയിലെത്തട്ടെ, അവര് നന്നാവട്ടെ, പരസ്പരം സുൽഹിലാവട്ടെ, എന്നിട്ട് അവർക്ക് പുറത്തു കൊടുക്കാമെന്ന് പറഞ്ഞ് നീട്ടിവെക്കും. സ്വഹീഹായ ഹദീസിലുണ്ട്. എല്ലാ ആഴ്ചയിലും 2 ദിവസം, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. 3ാമത് വർഷത്തിൽ ഒരിക്കൽ അള്ളാഹുവിലേക്ക് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടും, കാണിക്കപ്പെടും. ആ പറയുന്നതാണ് ഈ ശഅബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്.
ആ മാസത്തിൽ അള്ളാഹുവിലേക്ക് ഈ അമലുകൾ ഉയർത്തപ്പെടുന്ന സമയത്ത് നോമ്പുകാരനായി അള്ളാഹുവിന്റെ അടുത്തേക്ക് എന്റെ അമലുകൾ ഉയർത്തപ്പെടുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ മാസത്തിൽ ധാരാളം സമയം അള്ളാഹുവിന്റെ റസൂല് നോമ്പ് അനുഷ്ഠിക്കലുണ്ടായിരുന്നു. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസത്തിൽ ധാരാളം നോമ്പ് അനുഷ്ഠിക്കലുണ്ടായിരുന്നു. അങ്ങനെ ചിലപ്പോൾ ഞങ്ങൾ പറയും, ഇനി റസൂൽ ഈ മാസത്തിൽ നോമ്പ് മുറിക്കുകയില്ല, ഒഴിവാക്കുകയില്ല എന്ന്. ചില വർഷത്തിൽ റസൂൽ ഈ മാസത്തിൽ കുറച്ച് കുറവായിട്ട് അവിടുത്തെ ആരോഗ്യ സ്ഥിതിയും മറ്റും പരിഗണിച്ച് കുറച്ച് കുറവാകുമ്പോൾ ഞങ്ങൾ പറയും ഈ മാസത്തിൽ നബി സല്ലല്ലാഹു ഇല്ല എന്ന്. പിന്നീട് തുടർന്നുകൊണ്ട് അവിടുത്തെ പല സാഹചര്യങ്ങൾക്കനുസരിച്ച് സൗകര്യങ്ങൾക്കനുസരിച്ച് ഈ മാസത്തിൽ മറ്റ് മാസങ്ങൾ അപേക്ഷിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെ വർദ്ധിപ്പിക്കലുണ്ടായിരുന്നു. ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന സൽക്കർമ്മങ്ങൾ, പ്രത്യേകിച്ച് നോമ്പ് എന്ന് പറയുന്ന ഈ ഇബാദത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് അവന്റെ അടിമകളുടെ ഇബാദത്തുകൾ അവനിലേക്ക് പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ അള്ളാഹു സ്വാഭാവികമായിട്ടും അവർക്ക് ഈ നിലക്ക് പുറത്തു കൊടുത്ത് ആദരിച്ച് പിന്നീട് അതിന്റെ ശേഷം വരുന്ന മഹത്തായ റമദാൻ മാസത്തിൽ പൂർണ്ണമായ വൃത്തിയോടെ ശുദ്ധിയോടെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങളുമായി മുന്നേറാൻ ഇത് ഒരു മനുഷ്യന് പ്രാപ്തനാക്കും എന്നുള്ളതാണ്. അതേപോലെ റമദാൻ മാസത്തിലുള്ള നിർബന്ധമായ നോമ്പുകൾക്ക് മനുഷ്യൻ അവന്റെ ശരീരത്തിന് ഒന്ന് പാകപ്പെടുത്തുക എന്നുള്ളത് കൂടി ഈ മാസത്തിൽ നോമ്പ് വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് ഉണ്ട് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അതേപോലെ ഈ മാസത്തിൽ നമുക്ക് വർദ്ധിപ്പിക്കാനുള്ള മറ്റൊരു സൽക്കർമ്മം പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണമാണ്. സലഫുകളെ സംബന്ധിച്ച് പറയപ്പെടുന്നു, കാനിൽ മുസ്ലിമൂന ഇദാ ദഖല ശഅബാൻ, ശഅബാൻ മാസം വന്നു കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾ മുൻഗാമികൾ അകബ്ബു അലൽ മസാഹിഫി ഫഖറഊഹാ, അവർ മുസ്ഹഫുകളിൽ മുഖം കുത്തിയിരിക്കുന്നവരായിരുന്നു, ധാരാളമായിട്ട് അതിനെ പാരായണം ചെയ്യുന്നവരുമായിരുന്നു. നമുക്കൊക്കെ അറിയാം, റമദാൻ വന്നാൽ നമ്മൾ ഖുർആനിലേക്ക് മുന്നിടും. നമ്മുടെ മുൻഗാമികൾ റമദാൻ വരുന്നതിന്റെ മുമ്പ് തന്നെ അതിലേക്കുള്ള താല്പര്യവും ആഗ്രഹവും ആശയും അവർ പ്രകടിപ്പിച്ചുകൊണ്ട് ഖുർആനിന്റെ മാസമായ റമദാൻ വരുന്നതിന്റെ മുമ്പ് തന്നെ ആ ഖുർആനിലേക്ക് അവർ മുന്നിടുമായിരുന്നു. സലമത്ത് ബിൻ കുഹൈൽ റഹ്മഹുല്ലാഹ് പറയാണ്, കാന യുഖാലു ശഹ്റു ശഅബാൻ ശഹ്റുൽ ഖുർആ, ശഅബാൻ എന്ന് പറയുന്നത് ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ മാസമാണ്. നമുക്കൊക്കെ റമദാൻ എന്ന് പറയുന്നതായിരിക്കും ഖുർആനിന്റെ മാസം. അതിൽ തന്നെ ആ ഖുർആനിലേക്ക് മുന്നിടുന്നവരും പാരായണം ചെയ്യുന്നവരും ഒരു പക്ഷേ വളരെ കുറവുമായിരിക്കും. മുൻഗാമികൾ സ്വീകരിച്ചത് ശഅബാൻ എന്ന് പറയുന്നത് ഖുർആഉകളുടെ മാസമാണ് എന്ന്. ഖുർആഉകളുടെ മാസമാണ്. അംർ ഇബ്നു ഖൈസ് റഹ്മത്തുള്ളാഹി അലൈഹി ഇദാ ദഖല ശഹ്റു ശഅബാൻ, ശഅബാൻ മാസം വന്നു കഴിഞ്ഞാൽ അഗ്ലഖ ഹാനൂതഹു, അദ്ദേഹത്തിന്റെ കട പൂട്ടിവെച്ച് വതഫറഗ ലിഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി അദ്ദേഹം മുന്നിടുമായിരുന്നു. ഖുർആൻ പാരായണം ചെയ്യാൻ അദ്ദേഹം അതിനുവേണ്ടി ഒഴിഞ്ഞിരിക്കുമായിരുന്നു. അതേപോലെ തന്നെ മഹത്തായ ഈ മാസത്തിന്റെ മറ്റൊരു ശ്രേഷ്ഠതയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശഅബാനിന്റെ പകുതിയായാൽ, ശഅബാൻ മാസത്തിന്റെ പകുതിയായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പറയുന്ന പകുതിയുടെ രാത്രിയിൽ ദുന്യവിയായ ആകാശത്തിലേക്ക് അവന്റെ സൃഷ്ടികളിൽ ഇറങ്ങി വന്ന് അവന്റെ സൃഷ്ടികളിലേക്ക് എത്തി നോക്കും. ശഅബാൻ മാസത്തിന്റെ പകുതിയുടെ രാത്രി വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുന്യവിയായ നാം ഈ കാണുന്ന ആകാശത്തിലേക്ക് ഇറങ്ങി വരും. അല്ലാഹു എങ്ങനെയാണ് ഇറങ്ങി വരിക, അതിന്റെ രൂപം എന്താണ് എന്ന് ചിന്തിക്കാനോ സങ്കല്പിക്കാനോ പറയാനോ വിശദീകരിക്കാനോ നമുക്ക് നിർവാഹമില്ല, അനുവാദവുമില്ല. അല്ലാഹു ഇറങ്ങി വരും. അവന്റെ റസൂല് പറഞ്ഞു, അല്ലാഹുവിന്റെ ഔന്നിത്യത്തോട്, അവന്റെ ആദരവിനോട്, അവന്റെ ബഹുമാനത്തോട് യോജിച്ച നിലക്ക് ദുന്യവിയായ ആകാശത്തിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അവന്റെ സൃഷ്ടികളിലേക്ക് അവൻ എത്തി നോക്കും. മുകളിൽ കേട്ടതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ എല്ലാ മുഅ്മിനീങ്ങളായ മുവഹ്ഹിദീങ്ങളായ സൃഷ്ടികൾക്കും പുറത്തു കൊടുക്കും. ഇല്ലാ ലിമുശ്രിക്കിൻ ഔ മുശാഹിദിൻ, ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കുകയില്ല. മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശിർക്കിന്റെ കാര്യങ്ങളിൽ യാതൊരു മടിയും ലജ്ജയുമില്ലാതെ ശ്രദ്ധയുമില്ലാതെ ശിർക്ക് ചെയ്തു പോകുന്ന ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. എത്ര ഗൗരവമാണ് ശിർക്കിന്റെ കാര്യം, എത്ര നാം ആ വിഷയം ശ്രദ്ധിക്കണം, എത്ര നാം അത് സൂക്ഷിക്കണം. മുശ്രിക്കിന് പുറത്തു കൊടുക്കുകയില്ല. അതേപോലെ മുകളിലുള്ള ഹദീസിൽ കേട്ടതുപോലെ പരസ്പരം തമ്മിൽ വെറുപ്പിലും വിദ്വേഷത്തിലും കഴിച്ചുകൂട്ടുന്ന ആളുകൾക്കും പുറത്തു കൊടുക്കുകയില്ല. മഹത്തായ റമദാൻ ഇതാ നമ്മുടെ അടുത്ത് വരാനിരിക്കുന്നു. അതിന്റെ മുമ്പ് ഈ ശ്രേഷ്ഠമായ മാസത്തിൽ ഇതുപോലത്തെ സൽക്കർമ്മങ്ങൾ, അള്ളാഹുമായുള്ള ബന്ധങ്ങൾ ശരിയാക്കിക്കൊണ്ട്
സൃഷ്ടികൾ തമ്മിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളും നന്നാക്കി നേരെയാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ ഈ പാപമോചനങ്ങൾക്കും അള്ളാഹുവിന്റെ മുന്നിൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്ന സമയത്ത് ഉത്തമമായ നിലക്ക് അത് അവിടെ വെളിവാക്കപ്പെടാനുള്ള അതിലുള്ള പണി എന്താണോ, അതിലുള്ള പ്രവൃത്തി എന്താണോ, അതിന് നാം ചെയ്യേണ്ടത് എന്താണോ അത് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നേറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് സൽക്കർമ്മങ്ങളിലേക്ക് മുന്നേറാൻ അവൻ നൽകുന്ന ഈ അവസരങ്ങൾ, ഈ ഓഫറുകൾ അത് നാം ഉപയോഗപ്പെടുത്തുക. അങ്ങനെ ഇരു ലോകത്തും വിജയിക്കാനുള്ള സാഹചര്യങ്ങൾ നാം ഒരുക്കി വെക്കുക. അഖൂലു ഹാദൽ ഖൗല വ അസ്തഗ്ഫിറുല്ലാഹൽ അളീമൽ ജലീല ലി വലക്കും വലിസായിരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. നോമ്പ് എന്ന് പറയുന്നത് അതിമഹത്തായ ഒരു ഇബാദത്താണ്. നമുക്കെല്ലാവർക്കും അറിയാം, പല സദസ്സിൽ വെച്ച് നമ്മളത് കേട്ടതാണ്. ഈ പറയുന്നത് പോലെ ഒരു മനുഷ്യന് വളരെ സ്വകാര്യമായി, രഹസ്യമായി, വളരെ പൂർണ്ണമായ ഇഖ്ലാസോടുകൂടെ നിർവഹിക്കാൻ കഴിയുന്ന ഒരു ഇബാദത്താണ് നോമ്പ്. ഒരാള് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് അവൻ എത്ര നോമ്പ് അനുഷ്ഠിക്കുന്നുവോ അതിനനുസരിച്ച് അവന്റെ ശരീരത്തെയും മുഖത്തെയും അവൻ നരകത്തിൽ ദൂരെയാക്കുന്നു. സ്വഹീഹായ ഹദീസുകളിൽ ഇങ്ങനെ വന്നത് നമുക്ക് കാണാം. അതേപോലെ ഈ ശഅബാൻ മാസത്തിലുള്ള നോമ്പ് എന്ന് പറയുന്നത് പണ്ഡിതന്മാർ അതിനെ വിശേഷിപ്പിക്കുന്നത് റമദാൻ മാസത്തിലുള്ള നിർബന്ധമായ നോമ്പിന്റെ മുന്നിലുള്ള ഐച്ഛികമായ ഇബാദത്ത്. നമ്മൾ ഫർളായ നിസ്കാരങ്ങൾ നിസ്കരിക്കുമ്പോൾ അതിന്റെ മുമ്പും പിന്നുമൊക്കെ നമുക്ക് സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. ആ നിർബന്ധമായ ഇബാദത്തിൽ എന്തെങ്കിലും വീഴ്ചകളോ കുറവുകളോ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഉതകുമാറ് ഈ പറയുന്ന സുന്നത്തുകൾ അല്ലാഹു നമുക്ക് നിശ്ചയിച്ചു. എന്തെങ്കിലും വീഴ്ചകളോ കുറവുകളോ വന്നാൽ നിർബന്ധമായ ആ ഇബാദത്തിനെ പരിഹരിക്കാൻ വേണ്ടി, അതിൽ നമുക്ക് പറ്റിയ ആ കുറവുകളെ പരിഹരിക്കാൻ വേണ്ടി ഈ പറയുന്ന ശഅബാൻ മാസത്തിലുള്ള നോമ്പ്, അതേപോലെ റമദാനിന്റെ ശേഷമുള്ള സുന്നത്തായ 6 നോമ്പ് പോലത്തെ ഇബാദത്തുകൾ അള്ളാഹു നമുക്ക് ശറഹാക്കി തന്നു എന്ന്. മറ്റൊരു കാര്യം, ഒരു മനുഷ്യൻ അവന് ഈ ലോകത്ത് ഇഷ്ടപ്പെടുന്ന അന്നപാനീയങ്ങളും ഭക്ഷണങ്ങളും അതേപോലെ ഭൗതികമായ സുഖങ്ങളും സൗകര്യങ്ങളും ഒരാൾ മാറ്റിവെക്കുകയാണ്. സമ്പത്ത് അവനുണ്ട്, സൗകര്യമുണ്ട്, അവന് വാങ്ങാനും കഴിക്കാനും ഉപയോഗിക്കാനും സൗകര്യമുള്ളതിനോട് കൂടെ അവൻ ഇത്ര വലിയ മഹത്തായ ഇബാദത്ത് നിർവഹിക്കുമ്പോൾ അവന് അള്ളാഹുവിനുള്ള മഹബത്തിന്റെ മേല്, അള്ളാഹുവിനുള്ള സ്നേഹത്തിന്റെ മേല് തെളിവായിക്കൊണ്ടത് പരിഗണിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഈ പറയുന്ന ശഅബാൻ മാസത്തിലുള്ള ഈ നോമ്പും ഇതുമായി, റമദാനിലുള്ള നിർബന്ധമായ ആ നോമ്പ് വരുന്നതിന്റെ മുമ്പ് സ്വാഭാവികമായിട്ടും ശരീരത്തിന് അന്നപാനീയങ്ങൾ മാറ്റിവെച്ച് അതൊക്കെ ഒന്ന് കുറച്ചുകൊടുത്ത് ശരീരത്തിന് ആ റമദാനിന് വേണ്ടി ഒന്ന് ഒരുക്കി തയ്യാറാക്കുക എന്നുള്ളത് ഇതിലുള്ള ഒരു ഹിക്മത്തിൽ പെട്ടതാണ്, ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങളിൽ പെട്ടതാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ന് കരുതി ശഅബാൻ മാസത്തിൽ ഇത്ര ശ്രേഷ്ഠതയുണ്ട്, നോമ്പനുഷ്ഠിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചതാണ്, ചെയ്തതാണ് എന്ന് കരുതി ശഅബാൻ മാസത്തിന്റെ പകുതിക്ക് പ്രത്യേകമായ ഒരു ശ്രേഷ്ഠതകളും അന്ന് നോമ്പനുഷ്ഠിക്കാനോ അന്ന് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കാനോ ഏതെങ്കിലും ദിക്റുകളോ ഖുർആൻ പാരായണം ചെയ്യാനോ ബറാഅത്ത് രാവ് എന്ന് പറഞ്ഞുകൊണ്ട് അന്നപാനീയങ്ങളും ആഘോഷങ്ങളും നടത്താനോ ഇസ്ലാമിൽ യാതൊരു തെളിവുമില്ല, യാതൊരു രേഖയും അതിന്റെ പേരിലില്ല. ആരെങ്കിലും അങ്ങനെ ഉണ്ട് എന്ന് സോഷ്യൽ മീഡിയയിലോ മറ്റോ പറയുന്നുണ്ടെങ്കിൽ ബറാഅത്ത് രാവ് എന്ന് പറഞ്ഞു അന്ന് അന്നപാനീയങ്ങൾക്കോ അന്ന് നോമ്പനുഷ്ഠിക്കാനോ നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കാനോ ആരെങ്കിലും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് കള്ള ഹദീസുകളാണ്, സ്വീകരിക്കാൻ കൊള്ളാത്ത ബലഹീനമായ ഹദീസുകളാണ്, ദുർബലപ്പെട്ട തെളിവുകളും രേഖകളുമാണ്. സ്വീകാര്യയോഗ്യമായ അവലംബിക്കാൻ കൊള്ളുന്ന യാതൊരു തെളിവുകളും അതിൽ ഇല്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് വർദ്ധിപ്പിച്ചതുപോലെ, നോമ്പനുഷ്ഠിച്ചതുപോലെ നമുക്ക് നോമ്പെടുക്കാവുന്നതാണ് കഴിവിന്റെ പരമാവധി, കഴിയുന്നതനുസരിച്ച്. ഏതെങ്കിലും ഒരു ദിവസത്തെയോ ഏതെങ്കിലും രാത്രിയെയോ ഇബാദത്തുകൾ കൊണ്ട് പ്രത്യേകമാക്കാനോ ആഘോഷിക്കാനോ അന്നപാനീയങ്ങളും മറ്റും വിതരണം ചെയ്യാനോ ദീനുൽ ഇസ്ലാമിൽ യാതൊരു തെളിവുമില്ല. അത് അനാചാരമാണ്. കുല്ലു ബിദ്അത്തിൻ ളലാലത്തിൻ വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. പുതിയതായി ചെയ്യുന്ന കാര്യങ്ങൾ അത് വഴികേടാണ്. ഇങ്ങനത്തെ വഴികേടും അതിന്റെ ആളുകളും നരകത്തിൽ ചെന്ന് പതിക്കുന്നതുമാണ്. ഒരാള് നോമ്പനുഷ്ഠിക്കുന്ന ഒരാളാണ്, അവന് തിങ്കളാഴ്ചയും വ്യാഴ്ചയും പതിവായി നോമ്പനുഷ്ഠിക്കുന്നു, അത് ശഅബാനിന്റെ പകുതിയാണ് ആ ദിവസം വന്നു എങ്കിൽ അവനത് നോമ്പനുഷ്ഠിക്കാം, അതവന്റെ പതിവാണ്, അത് സുന്നത്താണ്. ഒരാൾ രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്നവനാണ്, ഈ പറയുന്ന ശഅബാനിന്റെ പകുതിന്റെ രാത്രിയും അവന് തഹജ്ജുദ് നിസ്കരിക്കാം, അതിന് പ്രത്യേകതയില്ല, അവന് സാധാരണ ചെയ്യുന്ന പതിവായി ചെയ്യുന്ന കാര്യമാണ്. അല്ലാതെ ഈ മാസത്തെ മറ്റു നിലക്ക് ഒരാൾ പ്രത്യേകമായി ചെയ്യാനോ ദിവസങ്ങളെ
ഈ നിലക്ക് പ്രത്യേകമായി പരിഗണിക്കാനോ ദീനുൽ ഇസ്ലാമിൽ യാതൊരു തെളിയുമില്ല. അതേപോലെ റമദാൻ മാസത്തിൽ നോമ്പ് നഷ്ടപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെയാണെങ്കിൽ, ഇതുവരെ ഖളാ വീട്ടാത്തവരാണെങ്കിൽ ഈ മാസത്തിൽ അവരത് ഖളാ വീട്ടി മഹത്തായ റമദാൻ മാസത്തിൽ തയ്യാറായി മുന്നോട്ട് വരണം. ഖളാകൾ ആയ ആളുകളാണെങ്കിൽ ആ ഖളാ ഒക്കെ വീട്ടി രോഗം കൊണ്ടോ യാത്ര കൊണ്ടോ ഒക്കെ, സ്ത്രീകൾ മാസമുറ കൊണ്ടോ ഗർഭം കൊണ്ടോ പ്രസവിച്ച കുട്ടികളെ മലയൂട്ടിൽ കൊണ്ടോ നഷ്ടപ്പെട്ടവരാണെങ്കിൽ അവർ ചെയ്യാനുള്ള ഖളാകളൊക്കെ വീട്ടി ഈ പറയുന്ന റമദാൻ ഷരീഫിന് വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ ഈ മാസത്തിന്റെ അവസാനത്തെ 1-2 ദിവസം, ശഅബാനിന്റെ അവസാനത്തെ ഒരു ദിവസം അതല്ലെങ്കിൽ 2 ദിവസം നോമ്പനുഷ്ഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് വളരെ ഗൗരവത്തോടെ കൂടെ നമ്മൾ കാണണം. അഥവാ 29, 30 എന്ന് പറയുന്ന ആ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കാൻ പാടില്ല. അതും തന്നെ ഇനി ഒരാള് സാധാരണ നിത്യമായി പതിവായി അവൻ നോമ്പനുഷ്ഠിച്ചു പോകുന്ന ഒരാളാണ്, തിങ്കളാഴ്ചയാണ്, വ്യാഴാഴ്ചയാണെങ്കിൽ അവർക്ക് അനുവാദമുണ്ട്. അല്ലാതെ ഈ മാസത്തിന്റെ അവസാനത്തെ 2 ദിവസം അതല്ലെങ്കിൽ ഒരു ദിവസം ആ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യതഖദ്ദമന്ന അഹദുകും റമദാന ബിസൗമി യൗമിൻ ഔ യൗമൈൻ. റമദാനിന്റെ മുമ്പ് ഒരു ദിവസം അതല്ലെങ്കിൽ 2 ദിവസം, ശഅബാനിന്റെ അവസാനത്തിൽ ആ ദിവസത്തിൽ ഒരാൾ നോമ്പ് അനുഷ്ഠിക്കരുത്. ഇല്ല അൻ യകൂന റജുലുൻ കാന യസൂമു സൗമഹു ഫൽയസും ദാലികൽ യൗം. ഒരാൾക്ക് പതിവാണ്, അവൻ തിങ്കളാഴ്ച ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്ന ആളാണ്, അതല്ലെങ്കിൽ വ്യാഴാഴ്ച നോമ്പ് അനുഷ്ഠിക്കുന്ന ആളാണ്, അതല്ലെങ്കിൽ ഒന്നരാടം നോമ്പ് അനുഷ്ഠിക്കുന്ന ആളാണ്. അവന്റെ നോമ്പിന്റെ ദിവസം ആ ദിവസങ്ങളിൽ വന്നാൽ, ശഅബാനിന്റെ അവസാനത്തെ 1 ഈ 2 ദിവസത്തിൽ വന്നാൽ അവനത് അനുവാദമുണ്ട്. അല്ലാതെ റമദാനിന്റെ മുമ്പുള്ള 1-2 ദിവസം നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല. യൗമുശക്ക് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടെ ആ കാര്യം നമ്മെ ഉണർത്തിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൽക്കർമ്മങ്ങളും ത്വാഅത്തുകളും അത് വർദ്ധിപ്പിച്ചുകൊണ്ട് അവന് ഇഷ്ടപ്പെട്ട അടിമകളായി ഈ ലോകത്ത് ജീവിച്ച് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിന്റെ എന്ന് പറയുന്ന ആ മഹത്തായ പ്രതിഫലം കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ അവൻ നമ്മെ പെടുത്തുമാറാവട്ടെ. മഹത്തായ റമദാൻ ഷരീഫിനെ ആരോഗ്യത്തോടുകൂടെ, ആഫിയത്തോടുകൂടെ, സമാധാനത്തോടുകൂടെ അതിനെ വരവേൽക്കാനും ആ മാസത്തിന് അർഹിക്കുന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ച ഫർളും സുന്നത്തുമായ ത്വാഅത്തുകൾ അത് വർദ്ധിപ്പിക്കാനും നിർവഹിക്കാനും അവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതിന്റെ മുമ്പായി അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് മനസ്സിലാക്കി പഠിപ്പിച്ചു തന്ന ഈ ശ്രേഷ്ഠമായ മാസത്തിൽ സൽക്കർമ്മങ്ങളുമായി മുന്നേറി അല്ലാഹു നമുക്ക് നൽകിയ പ്രത്യേകമായി അവസരം മുതലെടുക്കാൻ അവൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك. رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.